സ്പൈഡർ ഗേൾ. സ്പൈഡർ അമ്പിളി മാമോ, എടാ അടങ്ങിയില്ലടാ. ഒരു കെട്ടിപ്പിടിക്കാൻ എങ്ങനെ കുഞ്ഞോ 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 പിച്ചോ പിച്ചോ വീഡിയോക്കകത്ത് നോക്കുക ചെയ്ത്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളു കേട്ടോ. ഇന്ന് സമയം എത്രയെന്നറിയോ? 8 മണിയായി. മുത്തു ഉണ്ടായിരുന്നു. മുത്ത് ജിമ്മിന് പോയി. ഞാൻ വൈകിട്ട് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. മുത്തിന് 2-3 ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നത്. ഇപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ജിമ്മിന് പോകേണ്ടതിന് കുറച്ച് ലൂസായിട്ടുള്ള 2 ടീഷർട്ട് വാങ്ങിക്കണമായിരുന്നു. അത് മേടിക്കാൻ കയറി. നല്ല തിരക്കായിരുന്നു. നമ്മുടെ രാജൻ ടെക്സ്റ്റൈൽസിലാണ് കയറി കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ കയറി 2 ടീഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ ഇങ്ങോട്ടിങ്ങനെ ഇറങ്ങി മോനുക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ മുത്ത് പോയേക്കുന്നേ ഉള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അമ്മയുടെ അടുത്ത് കയറി. ഇന്നലെ തേങ്ങ മേടിച്ചില്ല, അതിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. അമ്മയുടെ അടുക്ക അവർ വരുന്നത്, ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ അതിന്റെ പൈസയൊക്കെ കൊടുക്കാൻ അങ്ങോട്ട് കയറി. പിന്നെ ഇത് മോനിക്കുട്ടൻ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയി ഡ്രസ്സാണ് കഴുകാനുള്ളത്. ഇത് വൈകിട്ടത്തേക്ക് കഴിക്കാൻ അവിടെ കൊണ്ടുവച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ പാത്രങ്ങൾ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയെടുത്തുനിന്ന് 1 കിലോ പച്ചമാങ്ങ മേടിച്ചു. മോനുകുട്ടന് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ മുളകിട്ട് ഉപ്പും മുളകും ഇട്ട് കഴിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്നോട് വിളിച്ചു പറഞ്ഞു പച്ചമാങ്ങ മേടിച്ചോണ്ട് പറഞ്ഞു. പച്ചമാങ്ങ എന്ന് പറഞ്ഞപ്പോൾ വായ പുളിക്കുന്നു. അപ്പോൾ ഇന്ന് അടുക്കളയിലെ പണികള്, ചോറിരിപ്പുണ്ട്. മുത്തിന് ഓട്സ് കഞ്ഞി വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് കഞ്ഞി വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ബ്രൗൺ ബ്രെഡാണ്. മീൻകറി ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ്. എനിക്ക് ചോറും മീൻകറി നമ്മുടെ മെഴുക്കുവരട്ടി ഇച്ചിരി ഇരിപ്പുണ്ട്. അതൊക്കെ കൊണ്ട് ഞാൻ കഴിച്ചു കൂട്ടും. മോനിക്കുട്ടന് ഓട്സ് കഞ്ഞി മതിയെങ്കിൽ അത് കൊടുക്കും. അല്ലെങ്കിൽ ബ്രെഡുണ്ട്, ജാമുണ്ട്. എന്താ ചോറ് വേണമെങ്കിൽ എന്തായാലും കഴിക്കാം. അപ്പോൾ പിന്നെ മുത്തിന്റെ കോളേജിന്റെ ക്ലാസ് ജൂലൈയിൽ തുടങ്ങും. ജൂലൈ ആദ്യത്തെ ആഴ്ചയിൽ തുടങ്ങും. അപ്പൊ എന്റെ പ്രിയങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. ബാംഗ്ലൂരാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടേതല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മുത്തിനെ ഞാൻ പറിച്ചു നടുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒറ്റയ്ക്കിരുന്ന് കുറെ കരഞ്ഞു തീർക്കണമെന്നൊക്കെ ഉണ്ട്. കാരണം എൻ്റെ കയ്യിലോട്ട് ജനിച്ചു വീണ ആ ഒരു കുഞ്ഞു പോലെ തന്നെയാണ് ഇപ്പോഴും അവനെനിക്ക്. വലുതായി അവൻ പഠിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തയെക്കാളും ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ എനിക്ക് വിങ്ങലുണ്ടാക്കുന്നത് അവൻ എൻ്റെ അടുത്തുനിന്നും മാറി പോകുന്നു എന്നുള്ള ഒരു ചിന്ത കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങ് എൻ്റെ തല പെരുത്തിരിക്കുവാണ്. കുറെ ചിന്തകൾ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, യാത്ര, അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങള്, പിന്നെ നമ്മുടെ ആ ഫസ്റ്റ് ഇയറിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒന്നും അങ്ങോട്ട് അടുത്ത് വന്നിട്ടില്ല. അപ്പൊ അതെല്ലാം ക്ലിയർ ആവാനും എൻ്റെ മുത്തിന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചു വരാനും വേണ്ടിയിട്ട് എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കപ്പുറം നമ്മൾ മനുഷ്യരുടെ കഴിവുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കുവൈറ്റിലെ ദുരന്തം കണ്ടില്ലേ,
എത്ര അമ്മമാരുടെ കണ്ണുനീരാണ്, എത്ര അച്ഛന്മാരുടെ ഹൃദയത്തിന്റെ നോവാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ ഈ ജന്മം ആ വേദന മാറത്തില്ല. ആ ഒരു എല്ലാവരും പറയും ഒരാള് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കുറച്ച് നേരങ്ങൾക്ക് അല്ലെ കുറച്ച് മണിക്കൂറുകൾക്കപ്പുറം കുറച്ച് ദിവസങ്ങൾക്കപ്പുറം എല്ലാം പഴയതുപോലെ ആകുമെന്ന്. പക്ഷെ ഒരമ്മയ്ക്കോ അച്ഛനോ കൂടപ്പിറപ്പിനോ ഒന്നും അങ്ങനെ ആവാൻ പറ്റില്ല അല്ലേ. അവരുടെ മനസ്സിലെന്നും അതൊരു തീരാത്ത വേദന തന്നെയായിരിക്കും. അവരുടെ ചുറ്റുപാടുകളൊക്കെ പഴയതുപോലൊക്കെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സ് എന്നേക്കുമായിട്ടൊരു മുറിവുണ്ടായതാണ് അല്ലേ. അപ്പം അങ്ങനെ കുവൈറ്റിൽ മരിച്ച എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ആ ദുഃഖം താങ്ങാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചങ്ക് പൊട്ടുവാണ് കേട്ടോ. ആ ഒരു നെടുമ്പാശ്ശേരിയിലെ ആ സെയിം TV കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അറ്റാക്ക് വരുന്ന പോലെ തോന്നി എനിക്ക് കേട്ടോ. സത്യമാണ്. ഞാൻ ആ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല. TV ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു കടയിലെ. പക്ഷെ എനിക്കത് കാണാൻ പറ്റത്തേ ഇല്ല. എനിക്ക് സൗണ്ട് ആ ഒരു വാർത്തയിലെ അവരുടെ ആ ഒരു കമന്ററി പോലും എനിക്കങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അതിൽ നിന്നൊന്നും ശ്രദ്ധിക്കാതെ മൊബൈൽ എടുത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അത്രയൊന്ന് എഴുതണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത്രയും എഴുതിയത്. ഈ ഗൾഫിലോട്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഉന്തിത്തള്ളി വിടുന്നവരുണ്ടല്ലോ. അവരുടെ സ്വന്തം കാര്യങ്ങൾ അല്ലെ, അവർക്ക് പണം വേണം, അവർക്ക് മറ്റുള്ളവരോടൊപ്പം ഒന്ന് കിടപിടിച്ച് നിൽക്കണം എന്നുള്ള ചിന്ത മാത്രമുള്ള ചിലവരൊക്കെ ഉണ്ട്. അത് ബന്ധങ്ങളൊന്നും പറയുന്നില്ല, അപ്പനോ അമ്മയോ ആരായിക്കോട്ടെ, അങ്ങനെ ചിലരുണ്ട്. പക്ഷെ അവിടെ എന്താണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നതെന്നൊന്നും ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കാറേ ഇല്ല. വരുന്ന പൈസക്ക് കണക്കുണ്ട്, അവർ വരുമ്പോൾ കൊണ്ടുവരുന്ന സമ്മാനപ്പൊതികൾക്ക് കണക്കുണ്ട് അല്ലെ. പക്ഷെ അവരുടെ കഷ്ടപ്പാടൊന്നും ആരും കാണത്തില്ല, അതറിയത്തുമില്ല. അവരൊരു ദിവസം ഒരു 10 രൂപ കുറച്ചാ കൊടുത്തെങ്കിൽ അതിന്റെ കണക്ക് പറയാൻ ആൾക്കാരുണ്ട് അവര്. അങ്ങനെ ഒരുപാട് പ്രവാസികളുണ്ട്. അങ്ങനെ ജീവിതം കണ്ണുനീരിലായി പോകുന്ന ഒരുപാട് പേരുണ്ട്. ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ലാതെ പോകുന്നവര് കേട്ടോ. അതിപ്പോ നാട്ടിലാന്നേലും വിദേശത്ത് പോയാലും അങ്ങനെ ഒരുപാട് ജീവിതങ്ങളുണ്ട് നമുക്ക് മുമ്പിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ്, ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് പല ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. മുത്തിന്റെ കാര്യത്തിലല്ല, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പൊരുതാൻ മുന്നോട്ട് പോകാൻ ദൈവം കരുത്ത് നൽകണമെന്ന് എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞു പോയി. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. പെട്ടെന്ന് ഇച്ചിരി കഞ്ഞി വയ്ക്കാം. സമയം 8 മണി കഴിഞ്ഞ് കേട്ടോ. 8:30 മുമ്പ് കഴിക്കണം. ഒരു ക്യാരറ്റും 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വേറെ പച്ചക്കറികളൊന്നും ഇരിപ്പില്ല കേട്ടോ. ബീൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഒക്കെ ചേർക്കായിരുന്നു, പക്ഷെ ബീൻസ് ഇല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതങ്ങോട്ട് വെക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എളുപ്പം ഞാനതങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ചോറൊന്ന് വാർക്കണം. പിന്നെ ഇമ്മിണി പണികൾ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട്. കോളേജിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുപോയി കൊടുത്തത് പിറ്റേന്ന് തന്നെ കിട്ടി. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു, അത് നമുക്ക് ഉടനെ തന്നെ കിട്ടി. ഇനി നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി വേണേ. അത് ഇന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് വേറെ കുറെ കാര്യങ്ങളുമായിട്ടങ്ങ് പോയി, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പൊ അതിന് എന്തെങ്കിലും പേപ്പർ വേണമെന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അതെല്ലാം റെഡിയാക്കി വെക്കണം. നാളെ തന്നെ കൊടുക്കണം. അതൊക്കെ എടുത്തു വെക്കാനുണ്ട്, അതാണ് പണിയെന്ന് പറഞ്ഞത്. പിന്നെ മോനിക്കുട്ടന് നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ശനിയാഴ്ച മോനിക്കുട്ടന് ക്ലാസ് ഉണ്ട്. ചൂടെടുക്കുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇന്നലത്തെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ പ്രിയങ്ങൾ, നമ്മളിപ്പം ക്ഷീണോ വയ്യാഴിയെന്ന് പറയുമ്പോഴേ കണ്ടു നിൽക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, എന്തോ കുഴപ്പമൊന്നും വിചാരിക്കും, എന്തോ എത്ര ക്ഷീണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലികൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വയ്യാഴ്ച കേട്ടോ. ഞാൻ വിചാരിച്ചാൽ എനിക്ക് മാത്രമേ ഉള്ളെന്നാണ്, പക്ഷെ അങ്ങനെ അല്ലാത്തവരുണ്ട്. ഇന്ന് എനിക്കൊരു കമന്റ് വായിച്ചോ മനസ്സിലായിരുന്നു, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. റെസ്റ്റ് വേണം, അല്ലാതെ ജോലി ചെയ്യുന്നത് ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ കേട്ടോ. അതൊക്കെ അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും വളരെ കുറവാണ്. ഇന്നും ഞാൻ കയറിയായിരുന്നു പച്ചക്കറി കടയിൽ, പക്ഷെ ബീൻസിന്റെ കാര്യം ഞാൻ മറന്നുപോയി.
ഇച്ചിരിയിലും വാങ്ങിച്ചുകൊണ്ട് വരേണ്ടിയതായിരുന്നു. ഇനിയിപ്പം കുഴപ്പമില്ല വന്നു. ഇന്ന് ഞാനൊരു ട്രോള് കണ്ടു മത്തിയുടെ വിലയുടെ കാര്യം കേട്ടോ. മത്തി നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല, നീ വലിയ വലിയ കുറച്ച് മീനുകളുടെ പേര് എഴുതിയേക്കോ കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ആവൂലി അങ്ങനെയുള്ള കുറെ മീനുകൾ, ആ മീനുകളുടെയൊക്കെ കൂടെ കടലിൽ നീന്തി തുടിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത്ര അഹങ്കാരം കരയിലോട്ട് വരുമ്പോൾ നീ കാണിക്കരുത്. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് നീ ഒരു ആശ്രയമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യം കേട്ടോ. വാരി കൊടുക്കുമായിരുന്നു മത്തി. അന്നേരം ഒന്നും വേണ്ട. ഇപ്പൊ തീ വിലയായപ്പോ മേടിച്ചപ്പോ നല്ല രുചിയുണ്ടായിരുന്നേ. കഴുകിക്കൊണ്ട് വരട്ടെ. വെളുത്തുള്ളി നമുക്ക് ഇതിനകത്ത് കുക്കറിനകത്തോട്ടിട്ട് ഞങ്ങൾ ചതക്കഴിഞ്ഞ് മറ്റേ ഒരു കഴുക്കാക്കണ്ട. ചതച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ വെളുത്തുള്ളിയെ വധിച്ചു. ഇനി നമുക്ക് ക്യാരറ്റ് അങ്ങോട്ട് ചീവിയുടെ ഒടിഞ്ഞു പോയി കേട്ടോ. ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു, പക്ഷെ വരാൻ താമസിക്കും. ഇനി വരുന്നിടം വരെ നോക്കിയിരുന്ന 9 മണിയായാലും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഓട്സും കോൺഫ്ലെക്സും ഒക്കെ കഴിക്കുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. കോൺഫ്ലെക്സ് കൊള്ളത്തില്ല, ഓട്സ് മതി, ഗോതമ്പ് കൊണ്ട് യാതൊരു കാര്യമില്ല, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതാണ്. നമ്മളിതൊക്കെ അങ്ങ് ടാലി ചെയ്തങ്ങ് പോവുക കേട്ടോ. പിന്നെ നിങ്ങൾ പറയണ്ടെന്നല്ല, നിങ്ങൾ പറഞ്ഞു തരുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്കിപ്പം ഒരുപാട് പ്രായമായവർക്കുള്ള ഡയറ്റ് ഒന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഇച്ചിരി അളവ് കുറയും. ഈ ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി അളവ് കുറച്ചല്ലേ ഇതൊക്കെ കഴിക്കുള്ളൂ. അതേ ഉള്ളൂ വ്യത്യാസം. ചോറിന്റെ കൂടെ കുറെ കറികളും മെഴുക്കുവരട്ടിയും തോരനും എല്ലാം കൂടെ ആകുമ്പം അതിന്റെ അളവ് കൂടുതലല്ലേ. ഇതാകുമ്പോൾ അത്രയും കഴിക്കത്തില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. എനിക്കറിയാം കേട്ടോ. എല്ലാവരും എന്റെ പ്രിയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്തൊന്നും പരാതിയൊന്നുമില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഓട്സ് പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ ഒരു സൂപ്പിന്റെ പരുവത്തിൽ കിട്ടും. അത്രയും വേണ്ട, നമുക്ക് ഓട്സ് അല്ലാതെ അങ്ങ് ചേർക്കാം കേട്ടോ. എങ്ങനത്തെ ഓട്സ്? സാർദാന ഓട്സ് നിങ്ങൾ കഴിച്ചിട്ടുള്ളൂ. സാർദാന ഓട്സ്, സാധാരണ ഓട്സ്, ഇത്രയേ ഉള്ളു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, മില്ലറ്റ് ഓട്സ്, അതാണ് കേട്ടോ. അതെ. റെഡി ആവട്ടെ നമുക്ക്. അപ്പോഴത്തേക്ക് കുറച്ച് പണികളൊക്കെ ഉള്ളതൊക്കെ തീർക്കട്ടെ. മോനുകുട്ടന് ഓട്സ് നമുക്ക് പാലിനകത്ത് കാച്ചി കൊടുക്കത്തില്ല, അങ്ങനെ വേണോ? അതിനൊന്നും എനിക്കിനിയും വയ്യ. ചോറുണ്ട്, ബ്രെഡുണ്ട്, എന്താ വേണമെങ്കിലും കഴിക്കാം. പ്രത്യേകം ഒന്നും വെക്കാൻ പറ്റി. പച്ചക്കറി മേടിച്ചത് ഒരെണ്ണം മേടിച്ചു കേട്ടോ. അന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് മെഴുക്കുവരട്ടി വെക്കാൻ പറ്റി. നമ്മൾ പുഴുങ്ങി തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് കഴിച്ചില്ല, അങ്ങനെ കഴിച്ചു നോക്കി. നല്ലതായിരുന്നു. എന്നാലും ആ മെഴുക്കുവരട്ടി കഴിക്കാനുള്ള ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ കിടക്കുവായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ഇന്ന് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. പിന്നെ പച്ചമുളകും പച്ചമാങ്ങ. മോനിക്കുട്ടന് പച്ചമാങ്ങ വേണം. 3 എല്ലാം കൊണ്ട് കഴുകാൻ വെക്കട്ടെ. ഒരു മാതള നാരങ്ങ എടുത്തു. നമ്മുടെ ഒരു പ്രിയം പറഞ്ഞായിരുന്നു രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് കേട്ടോ. രാത്രിയിലല്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയമില്ലല്ലോ. ഇതൊക്കെ വാങ്ങിച്ചാലും നമുക്കത് കഴിക്കാൻ പറ്റുന്ന സമയം അതേ ഉള്ളു കേട്ടോ. പിന്നെ കഴിച്ചിട്ട് ഉടനെ കിടക്കാത്തത് കൊണ്ട് തൽക്കാലം അങ്ങനെ ആശ്വസിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞത്
ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റാർച്ച് ആവും. അതുകൊണ്ട് രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കരുത്, 5 മണിക്ക് മുമ്പേ കഴിക്കണം എന്നാണ് പറഞ്ഞു തന്നത് കേട്ടോ. മാതളനാരങ്ങ കാണുമ്പോ എനിക്ക് എന്റെ കീമോയുടെ സമയം ഓർമ്മ വരുന്നത് കേട്ടോ. കീമോ കഴിഞ്ഞ് കൗണ്ട് ഷടേന്നങ്ങ് താഴെ പോകും. അന്നേരം ഇതങ്ങ് വാങ്ങിക്കും. ഇത് വാങ്ങിച്ച് ഞാൻ തിന്ന് ഉപ്പാട് വരും. ഞാൻ ഈ സാധനം വാങ്ങിക്കാറേ ഇല്ല. എനിക്ക് കാണുമ്പോ ആ കാര്യമൊക്കെ ഓർമ്മ വരും. ഭയങ്കര കളറില്ലല്ലോ, ഒരുപാട് ചോപ്പില്ല കേട്ടോ. മധുരമില്ലേ? പഴുത്തതല്ല കേട്ടോ. കുഴപ്പമില്ല. മാതള നാരങ്ങയും നെല്ലിക്ക ജ്യൂസുമായിരുന്നു എന്റെ സ്റ്റാമിനയുടെ രഹസ്യം കീമോ ടൈമിൽ കേട്ടോ. ഈ കളറിലാണ് നമ്മുടെ മാതള നാരങ്ങ. റോസ് കളർ മുത്തു പോലെ ആയിപ്പോ കേട്ടോ. ഒരു കിലോ പഴം മേടിച്ചു. നാളെ പുട്ടാണ്. ആവിയൊക്കെ പോയി വെന്തു. നമ്മളിതിനകത്ത് കുരുമുളക് പൊടി അതോടെ ചേർക്കുമ്പോ നമ്മുടെ ഓട്സ് കഞ്ഞി റെഡി കേട്ടോ. ഇപ്പൊ ഉണ്ടോ നോക്കട്ടെ. ഇച്ചിരി മല്ലിയില ഇടുവാണ്, പിന്നെ കുരുമുളക് പൊടി. എരിയൊക്കെ വേണം. കഞ്ഞിയൊക്കെ റെഡിയാ. നമുക്കിനി കഴിച്ചാലോ? 8:30 കഴിഞ്ഞു. നമ്മുടെ ഓട്സ് കഞ്ഞി റെഡി. നമുക്കിനി അതൊരു ബൗളില് അവർക്ക് വിളമ്പാം. അപ്പം നീക്കി വെക്കട്ടെ. മോന് കുട്ടനും അത് മതി. ഞാൻ പറഞ്ഞില്ല, അവൻ എന്തോ കഴിക്കാൻ എടുത്തോ, ഇല്ല അവന് അത് മതി. ഇന്ന് അവരുടെ ഭക്ഷണം ഇതാണ്. ഞാൻ ഇമ്മിണി ചോറുണ്ണു. കഴിക്കാൻ വിളിച്ചതാ. ചൂടുണ്ട്. മോനുകുട്ടൻ അത് മതിയല്ലോ. എന്നാ അവിടെ കൊണ്ടുപോയി ഫാന്റെ കീഴിലോട്ട് വെച്ച് കഴിച്ചാട്ടെ. ചൂടാ. ഉപ്പുണ്ടോ? അത് മെഴുക്കുവരട്ടിയാ. നമുക്ക് ചോറുണ്ണാം. ഇത് ഇന്നലെ നമ്മൾ കഴിച്ചില്ലേ വഴുതനങ്ങ കറി. ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ. അതുണ്ട്, മത്തിക്കറിയുണ്ട്, ഞാൻ ഇച്ചിരി കടുമാങ്ങ എടുത്ത്. കടുമാങ്ങയുടെ റെസിപ്പിയൊക്കെ ചോദിച്ചായിരുന്നു. മാമിയോട് പറയണേന്ന് പറഞ്ഞായിരുന്നു റെസിപ്പി പറയാന്. ഞാൻ ചോദിക്കാം കേട്ടോ. ചോദിച്ചിട്ട് എൻ്റെ പ്രിയങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം എങ്ങനെയാ മാമി ഉണ്ടാക്കിയെന്ന്. കാരണം അത് നമുക്ക് വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ ഇല്ലല്ലോ, മാമി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോ ഇട്ട് വരാം കേട്ടോ, പുതിയ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മുടെ കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചുപോയ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമേ. ടാറ്റാ. എങ്ങനെയുണ്ട്? കണ്ണ് വരെ നീ ആദ്യമായിട്ട് എരി കഴിച്ചു. എന്ത് കിട്ടാ
കുറച്ച് ഇതിനകത്ത് എന്തോ അച്ചാച്ചൻ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നത്. എരിവുണ്ടെന്നോ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.